എന്നെ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എൻ്റെ പേര് ഷമീർ എന്നാണ്. സ്വദേശം കൊല്ലം ജില്ലയാണ്. പേരുകൊണ്ട് തന്നെ എൻ്റെ പശ്ചാത്തലം മനസ്സിലാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടു. 2002 ജീവിക്കുന്ന ദൈവമായ യേശുക്രിസ്തുവിനെ തിരിച്ചറിയുവാൻ ദൈവം എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിച്ചു. കഴിഞ്ഞ 13 വർഷമായി ക്രിസ്തുവിൻ്റെ സാക്ഷിയായി ക്രിസ്തുവിൻ്റെ വയലിൽ അധ്വാനിപ്പാൻ ദൈവമായ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് യേശുക്രിസ്തുവിൻ്റെ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരുവാനിടയായെന്നുള്ള സാഹചര്യത്തെ സംബന്ധിച്ച് അല്പസമയം സാക്ഷ്യമായി പറയുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. 2002 മുൻപുള്ള കാലഘട്ടം ഞങ്ങളുടെ നാട്ടിൽ പെന്തക്കോസ്തുകാരോ ബ്രദറുകാരോ ശബത്തുകാരോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രൊട്ടസ്റ്റൻ്റ് വിശ്വാസികളെക്കുറിച്ചൊന്നും അറിവില്ലാതിരിക്കുന്ന ഒരു കാലഘട്ടം. ക്രിസ്ത്യാനികളെക്കുറിച്ച് ഞങ്ങൾക്കുള്ള അറിവ് കത്തോലിക്കരാണ്. ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്തായി കത്തോലിക്കരായ സഹോദരങ്ങളുണ്ട്. അവരുടെ വീട്ടിൽ താടിയും മുടിയും നീട്ടി വളർത്തി ക്രൂശിൽ കിടക്കുന്ന രൂപം ക്രിസ്തുവാണെന്നും അത് ക്രിസ്ത്യാനികളുടെ ദൈവമാണ് എന്നുള്ള ഒരു സാധാരണ ചിന്താഗതിയിൽ മുന്നോട്ട് പോയി. എൻ്റെ ഭവനത്തിൽ എൻ്റെ ബാപ്പയും ഉമ്മയും 2 സഹോദരിമാരും, അമ്മയുടെ ചേച്ചി, ഞങ്ങളുടെ ഭാഷയിൽ വല്യുമ്മ എന്ന് വിളിക്കുന്ന മുത്തുമ്മയും അടങ്ങുന്ന കുടുംബം. അങ്ങനെ മുന്നോട്ട് പോകുന്ന കാലയളവിൽ കുടുംബത്തിൽ വളരെയധികം സാമ്പത്തിക പ്രതിസന്ധികൾ കടന്നു വന്നു. തന്മൂലം എൻ്റെ മാതാവ് ഗൾഫിൻ്റെ പ്രദേശത്ത് സാധാരണ വീട്ടുജോലിക്കായി കടന്നുപോയി. പിതാവിൻ്റെ പേർക്ക് കൃത്യമായി പണം അയച്ചു കൊടുത്തു. 2 വർഷം കഴിഞ്ഞ് മാതാവ് നാട്ടിലേക്ക് മടങ്ങി വരുന്നു. പിതാവിൻ്റെ പക്കൽ പണമൊന്നും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളായിത്തീരുകയും അതിനെക്കുറിച്ച് തമ്മിൽ സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടാനുള്ള സാഹചര്യങ്ങളുണ്ടായി. ഒരു പ്രഭാതത്തിൽ പിതാവ് ഞങ്ങളെ ഉപേക്ഷിച്ച് തൻ്റെ കുടുംബക്കാരുടെ അടുത്തേക്ക് കടന്നുപോയി. പെട്ടെന്നുള്ള പിതാവിൻ്റെ വേർപാട് ഞങ്ങളെ ഒരു അനാഥത്വത്തിലേക്ക് നയിച്ചു. 2 സഹോദരിമാരാണ് എനിക്കുള്ളതെന്ന് ഞാൻ പറഞ്ഞു. ഒരാൾ സോഫിയ, മറ്റൊരാൾ ജാസ്മിൻ. 2 സഹോദരിമാരെയും എൻ്റെ അമ്മയെയും വല്യമ്മയും എൻ്റെ ചുമലിൽ വെച്ചിട്ട് പിതാവ് ഇറങ്ങിപ്പോയ വേർപാട് എന്നെ വല്ലാതെ തളർത്തി കളഞ്ഞു. എൻ്റെ പിതാവിൻ്റെ കുടുംബത്തിൽ ഞാൻ പിതാവിനെ കാണുവാൻ ചെന്നു. എന്നാൽ അവരെ കുടുംബക്കാർ ഒന്നടങ്കം എൻ്റെ പിതാവിനെ വിട്ടുതരികയില്ല എന്നുള്ളൊരു നിലപാടിലും, മാത്രമല്ല 50-ലധികം പ്രായമുള്ള എൻ്റെ പിതാവിനെ കൊണ്ട് മറ്റൊരു വിവാഹം കഴിപ്പിക്കുമെന്നും അവർ പറഞ്ഞ വാക്ക് എൻ്റെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിച്ചു. ആ തളർച്ചയിൽ നിന്ന് ഒരു വല്ലാത്ത ഇരുട്ട് നിറഞ്ഞ മനസ്സുമായി ഒറ്റപ്പെട്ട അനാഥത്വം പോലെ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാതെ മരണവീട് പോലെ കിടക്കുന്ന ഒരവസ്ഥയിലേക്ക് കുടുംബം കടന്നുപോയി. അങ്ങനെ സമാധാനവും സ്വസ്ഥതയും ഒക്കെ നഷ്ടപ്പെട്ട് ആഹാരം വിളമ്പി വെച്ചാൽ പോലും കഴിക്കാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥയിൽ തുടർന്നു പോയ ചില നാളുകളിൽ യൗവന പ്രായമായിരിക്കുന്ന എൻ്റെ ജീവിതം ചില കൂട്ടുകാരുമായി ലോകത്തിൻ്റെ അവസ്ഥയിലേക്ക് വഴിമാറി. കൂട്ടുകാരുമായി ലോകത്തിൻ്റെ മോഹങ്ങളിൽ ഞാൻ സഞ്ചരിച്ചു. അത്യാവശ്യം കൂട്ടുകാരുമായി കൂടുവാനും മദ്യപിക്കുവാനും മറ്റു വിധമാകുന്ന ചില കൂട്ടുകെട്ടുകളിലേക്കും കടന്നുപോയി. അങ്ങനെ മുന്നോട്ട് പോയിരിക്കുമ്പോൾ എൻ്റെ സഹോദരി സോഫിയ വീട്ടിനടുത്തുള്ള ഒരു ക്ലിനിക്കിൽ നേഴ്സിംഗ് പഠിക്കുവാനായി പോയിക്കൊണ്ടിരിക്കുന്ന സമയം സാഹചര്യ നിമിത്തം അവിടുത്തെ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ സഹായത്തോടെ ഡൽഹിയിൽ എൻ്റെ സഹോദരിയെ ഒരു ജോലിക്കായി ക്രമീകരണം ചെയ്ത് അയച്ചു. അങ്ങനെ മുന്നോട്ട് പോകുന്ന നാളുകളിൽ പരാജയത്തിലേക്ക്, വളരെയധികം സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും വാടക കൊടുക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിലേക്കും ഒക്കെ കടന്നു പോയിരിക്കുന്ന ആ സമയം ഡൽഹിയിൽ പഠിക്കാൻ പോയ സഹോദരിക്ക് ഒരു രോഗാവസ്ഥ ഉണ്ടായി എന്നുള്ള വാർത്ത കാതിലെത്തി. ശരിക്കും തകർന്നുപോയ നിമിഷങ്ങൾ,
ആ രോഗത്തിൽ നിന്ന് അവൾക്ക് ഓപ്പറേഷൻ വേണം എന്നുള്ള വാർത്ത കേട്ട് ഡൽഹിയിൽ ഞാൻ കടന്നുപോയി. അവിടെ വെച്ചാണ് അവൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കർത്താവിൻ്റെ ദാസൻ കടന്നു വന്നു. ശുഭു മാത്യു എന്നു പേരുള്ള ആ ദൈവദാസൻ ഇന്നും വടക്കേ ഇന്ത്യയിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. അദ്ദേഹം എൻ്റെ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ സഭയിലെ ചില സഹോദരിമാർ പ്രാർത്ഥിക്കുകയും തന്മൂലം ഒരു ഓപ്പറേഷൻ്റെതായ അന്തരീക്ഷത്തിൽ നിന്നും കർത്താവ് എൻ്റെ സഹോദരിയെ സൗഖ്യമാക്കുകയും ചെയ്തു. ആ പ്രാർത്ഥനയിൽ അവരുടെ സ്നേഹത്തിൽ പെന്തക്കോസ്ത് എന്താണെന്ന് അവിടെ വെച്ചെനിക്ക് മനസ്സിലാക്കുവാനായി സാധിച്ചു. അവിടെ നിന്നും യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ വിത്ത് ഹൃദയത്തിൽ വീണുകൊണ്ട് നാട്ടിലേക്ക് മടങ്ങി വന്ന് എൻ്റെ ഉമ്മായോടും അനിയത്തിയോടുമൊക്കെ കാര്യം പറഞ്ഞ് യേശുവിനോടുള്ളൊരു വലിയ സ്നേഹത്തിൽ ഞങ്ങളാവുകയും ആ സ്നേഹം കത്തോലിക്കർ വിശ്വസിക്കുന്ന പോലെ യേശുവിൻ്റെ പടത്തിലേക്കും യേശുവിനെ സംബന്ധിക്കുന്ന ആ വലിയ ആ ബൈബിളിലേക്കും കൊന്തയിലേക്കും കുരിശിലേക്കും ഒക്കെയായി ഞങ്ങളുടെ ശ്രദ്ധ. ആ നിലയിൽ യേശുവിനോടൊരു സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിനകത്തുണ്ടായി ചില നാളുകൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഞങ്ങൾ പാർക്കുന്ന വീടിൻ്റെ ആ പരിസരത്തായി അധിക ദൂരമല്ലാതെ കർത്താവിൻ്റെ ദാസൻ ബിനു എന്ന ബ്രദർ ഒരു വീട് വാടകയ്ക്കെടുത്ത് പ്രാർത്ഥന ആരംഭിക്കുകയും അദ്ദേഹം പല ഭവനങ്ങൾ സന്ദർശിച്ച കൂട്ടത്തിൽ ഞങ്ങളുടെ ഭവനത്തിൽ വരികയും സ്നേഹത്തിൻ്റെ സന്ദേശമാകുന്ന യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം ഞങ്ങളോട് അറിയിക്കുകയും ഒരു ഞായറാഴ്ച സമയമുണ്ടെങ്കിൽ ഒന്ന് കടന്നു വരണമെന്നും ഞങ്ങളോട് ആവശ്യപ്പെട്ടു. യേശുവിൻ്റെ പ്രാർത്ഥന എന്ന് കേട്ട സന്തോഷത്തിൽ അടുത്ത ഞായറാഴ്ച തന്നെ ഞങ്ങൾ ആ കൊച്ചു കൂട്ടായ്മയിൽ കടന്നുപോയി. അന്ന് ഞാൻ കേട്ട ദൈവവചനം ഇന്നും എൻ്റെ കാതിലുണ്ട്. 1 തിമോത്തിയോസ് 2-ാം അധ്യായം 4-5 വാക്യങ്ങൾ ദൈവദാസൻ പ്രസംഗിച്ചു. എല്ലാ മനുഷ്യരും രക്ഷ പ്രാപിക്കണം എന്നും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തിച്ചേരണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. എന്താണ് രക്ഷ എന്ന് പ്രസംഗിച്ച അദ്ദേഹം ഒരു 12:40 എന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ സമയത്തോടെ ഈ രക്ഷ ആർക്ക് വേണം എന്ന് പറയുമ്പോൾ ഞങ്ങൾ എഴുന്നേറ്റ് നിന്നു. ഈ യേശുവിനെ ഞങ്ങൾക്ക് വേണം എന്ന് പറയുകയും ആ പുൾപിറ്റിലേക്ക് ഞങ്ങളെ ക്ഷണിക്കുകയും യേശുവേ ഞാനൊരു പാപിയാണ്, അവിടുന്ന് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു തുടങ്ങി രക്ഷാവാചകം ആ ദേവദാസൻ ചൊല്ലിത്തരുമ്പോൾ യേശുവേ ഞാനൊരു പാപിയാണ് എന്ന് പറഞ്ഞതെനിക്കറിയാം. ഒരു കരച്ചിലോടെ യേശു കർത്താവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അധരം കൊണ്ട് ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെടുവാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം നൽകി. 3 ആഴ്ച ആ കൂട്ടായ്മയിൽ കടന്നു പോകുമ്പോൾ സ്നാനത്തെക്കുറിച്ച് കേട്ടു. സ്നാനം പെന്തക്കോസ്തുകാരുടെ കൽപ്പനയല്ല, സ്നാനം ദൈവകൽപ്പനയാണെന്നും സ്നാനം പെന്തക്കോസ്തി ചേരാനല്ല, സ്നാനം യേശുക്രിസ്തുവിനോട് ചേരാനാണെന്നും സ്നാനം യേശുക്രിസ്തുവിനെ ധരിക്കാനാണെന്നും സ്നാനം യേശുവിനോടുകൂടെ കുഴിച്ചിടപ്പെടാനാണെന്നും സ്നാനം യേശുവിനോടുകൂടെ പുതിയ സൃഷ്ടിയായി ഉയർത്തെഴുന്നേൽപ്പാനാണെന്നും തുടങ്ങി വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലായപ്പോൾ കൊല്ലം ജില്ലയിൽ അയത്തിൽ ബൈപ്പാസിൻ്റെ അടിയിൽ കൂടെ ഒഴുകുന്ന ആ നദിയിൽ പാട്ടോടെ ആരാധനയോടെ ഞാനും എൻ്റെ ഉമ്മയും അനിയത്തിയുമടക്കം 7ഓളം പേർ വിശ്വാസ സ്നാനം സ്വീകരിപ്പാൻ കർത്താവ് ഭാഗ്യം നൽകി. 2002 അവസാനം യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങി കമ്മലും മാലയും ഊരി വേർപെട്ട ആരാധനയിലേക്ക് ഞങ്ങൾ പോയി തുടങ്ങുമ്പോൾ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ആഞ്ഞടിച്ചു. നാം പാടുന്ന പോലെ വിശ്വാസ കപ്പലിൽ തിരമാലയും കാറ്റും കോളും ഒക്കെ ആഞ്ഞടിച്ച് പടകുലഞ്ഞു പോകുമോ, നിൽക്കാൻ കഴിയില്ലയോ എന്ന് പതറിപ്പോയ അനേക അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടായി. എവിടെ കിടക്കണം, എങ്ങോട്ട് പോകണം, എന്ത് കഴിക്കണം, ആരെ ആശ്രയിക്കണമെന്നറിയാത്ത അവസരങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നു.
എന്നാൽ പെറ്റയമ്മ മറന്നാലും ഞാൻ നിന്നെ ഒരു നാളും തള്ളിക്കളയുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കരത്തിൽ വരച്ചിരിക്കുന്നു എന്നരുളി ചെയ്ത നാഥൻ 13 വർഷത്തോളം വിശ്വാസ ജീവിതത്തിൽ നിലനിൽപ്പാൻ കർത്താവ് സഹായിച്ചു. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഇന്ന് വിശ്വാസ ജീവിതത്തിൽ കർത്താവിൻ്റെ വേലയിൽ തുടരുമ്പോൾ എൻ്റെ ഉമ്മയും 2 പെങ്ങന്മാരും വല്യുമ്മായും അടക്കം ഇന്ന് ദൈവത്തിൻ്റെ മക്കളായി തീർന്നിരിക്കുന്നു. പ്രിയ സ്നേഹിതരെ, 2 സഹോദരിമാരിലൊരാളെ ഒരു ദേവദാസൻ വിവാഹം കഴിച്ചു. കുടുംബമായവർ കർത്താവിൻ്റെ മഹത്വമുള്ള വയലിൽ അധ്വാനിക്കും. ഞാനും എൻ്റെ ഭാര്യ സുനിതയും 2 പെൺകുഞ്ഞുങ്ങളും അടങ്ങുന്ന ഞങ്ങൾ കർത്താവിൻ്റെ മഹത്വമുള്ള വയലിൽ സുവിശേഷത്തിൻ്റെ വിത്തുമായി ഇന്നും കർത്താവിനായി അധ്വാനിക്കുന്നു. ഈ 13 വർഷത്തെ വിശ്വാസ ജീവിതത്തിൽ വീണുപോകാതെ നിലനിർത്തിയ കർത്താവിൻ്റെ സ്നേഹത്തെ ഈ സമയം നന്ദിയുള്ള ഹൃദയത്തോടെ ഓർത്തുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ മനുഷ്യന് രക്ഷ പ്രാപിപ്പാൻ നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളൂ. ഇന്ന് ഈ സമയം ഷമീർ സാക്ഷീകരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമം. മറ്റൊരുത്തനിലും രക്ഷ ഇല്ല. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അതിനായി കർത്താവ് ഈ സന്ദേശം മുഖാന്തരം ചില ആത്മാക്കളെ വിടുവിക്കുമാറാകട്ടെ. ആമേൻ.